യോശാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇതിനുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിഭിന്നങ്ങളായ ഉത്തരങ്ങളുണ്ടാവും. ലൂക്കോസിന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. These instructions, go into the village straight ahead of you. Upon entering it, you will find an ass tied there, which no one has yet ridden. മലയാള ഭാഗം വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ച് നിങ്ങൾ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങളവിടെ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതായിട്ട് കാണും. അതിന്മേൽ ആരും കയറിയിട്ടില്ല. എന്താണ് കർത്താവിന് ഒരു വാഹനമൃഗത്തെ ആവശ്യമായി വന്നപ്പോൾ ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? എന്താണ് ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് പറയാനുള്ള ന്യായം അതിന്മേൽ ആരും കയറിയിട്ടില്ല എന്നുള്ളത്. എനിക്ക് പറയാനുള്ള ന്യായം, എന്തുകൊണ്ട് ഒരു വാഹനമൃഗം അവിടെ നാൽക്കവലയിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായി കണ്ടിട്ട് ആരും അതിന്മേൽ കയറാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെ ഉടമസ്ഥന്മാരില്ലാഞ്ഞിട്ടല്ല, കാരണം അതിൻ്റെ യജമാനന്മാർ അവരോട് ചോദിച്ചെന്തിനാണ് ഇതിനെ അഴിക്കുന്നത്. അവിടെ സ്ത്രീഹന്മാർ പറയുന്ന മറുപടി, നിങ്ങളുടെ യജമാനന്, ഞങ്ങളുടെ കർത്താവിന് ഇതിന് ആവശ്യമുണ്ടായിരുന്നു. ഒരു കാരണമുണ്ട്. പുറപ്പാട് പുസ്തകത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു കാരണം. കഴുത അല്ലെങ്കിൽ കടിഞ്ഞൂൽ പ്രസവിച്ച കഴുത, അതിനെ ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. ആട്ടിൻകുട്ടിയെ കൊണ്ട്, കാരണം കടിഞ്ഞൂലുകളെ എല്ലാം ദൈവസന്നിധിയിൽ ബലിയായി അർപ്പിക്കണം. അത് ദൈവത്തിന്റെ നിയമമാണ്. എല്ലാ കടിഞ്ഞൂലിനെയും ബലിയർപ്പിക്കണം, ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം മനുഷ്യൻ്റെതായാലും അങ്ങനെ ചെയ്യണം. പക്ഷേ മനുഷ്യന്റെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാത്തതിന്റെ കാരണം കർത്താവ് പറഞ്ഞു, ഞാനൊരു ഗോത്രത്തെ, ലേവ്യ ഗോത്രത്തെ നിനക്ക് പകരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ കടിഞ്ഞൂലിന് പകരമായി പിന്നെ മനുഷ്യന് ബലിയർപ്പിക്കണ്ട. പക്ഷേ കാരണം ലേവ്യ ഗോത്രത്തെ ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കേണ്ടതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾ 430 സംവത്സരം ഇസ്രായേലിൽ അടിമകളായി പ്രവാസികളായി പാർത്തിരുന്നപ്പോൾ അവിടെ നിന്ന് മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ പീഠാമാർഗം ആദ്യ കടിഞ്ഞൂലുകളുടെ സംഹാരമാണ്. എന്നാൽ ഈ ആദ്യ കടിഞ്ഞൂലുകളുടെ സംഹാരത്തിൽ ഒരു ഇസ്രായേലിയ കടിഞ്ഞൂല് പോലും സംഹരിക്കപ്പെട്ടില്ല. അവിടെ അതിന് പറയുന്ന ന്യായമുണ്ട്. കർത്താവ് മോശെ മുഖാന്തരം കൽപ്പിച്ച ഒരു കൽപ്പനയുണ്ട്, ഇന്ന് രാത്രി ആരും ഒരുവനും കട്ടളപ്പടി തുറന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. കട്ടളപ്പടിക്കുള്ളിലുള്ളവനെല്ലാം എല്ലാവരും സംരക്ഷിക്കപ്പെടും. പക്ഷെ ഏതെങ്കിലും ഒരുവൻ കട്ടളപ്പട്ടി കിടന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ സംഹരിക്കപ്പെടുകയും ചെയ്യും. ഇസ്രായേലിയ ബാലന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിയ കടിഞ്ഞൂലുകൾ ആരും സംഹരിക്കപ്പെട്ടില്ല. കാരണം അവിടെ സംഹാരദൂതൻ കടന്നു വരാതിരിക്കാൻ തക്കവണ്ണം എല്ലാ കട്ടളപ്പടികളിന്മേലും കുഞ്ഞാടിന്റെ അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അടയാളമിട്ടിരുന്നു. അടയാളമുള്ള ഒരു ഭവനത്തിലും സംഹാരദൂതൻ പ്രവേശിച്ചില്ല. അന്ന് ദൈവമായ കർത്താവ് പെസഹ കടിഞ്ഞൂല് മൂലം നിന്നെ വീണ്ടെടുത്തു എന്നതുകൊണ്ട് മേലാൽ എപ്പോഴെങ്കിലും നിന്റെ ഭവനത്തിൽ ഒരു കടിഞ്ഞൂലുണ്ടായ ആ കടിഞ്ഞൂലിനെ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കണം. അശുദ്ധ മൃഗമാണെങ്കിൽ അതിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ച് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? വീണ്ടെടുക്കപ്പെടുന്നില്ല എങ്കിൽ ആ മൃഗം യജമാനന് പ്രയോജനപ്പെടുകയില്ല. അതിനെ ഒരു വാഹനമൃഗമായി ഉപയോഗിക്കാൻ സാധ്യമല്ല, കൂലിവേലയ്ക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല, മറ്റാരും വാങ്ങുകയില്ല. അത് അശുദ്ധമായി തന്നെ നിലനിൽക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഒരു അനാഥ മൃഗമായി മാറിപ്പോകും.
ആർക്കും അതിന്മേൽ എന്തും ചെയ്യാം. പക്ഷേ ഇവിടെ യജമാനനാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കടിഞ്ഞൊരു കഴുത, യജമാനന് കരണീയമായ ദൈവിക നിയമമുണ്ട്. വീണ്ടെടുക്കപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ചു കളയണം. ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ എക്സോഡസ് ചാപ്റ്റർ 13 വായിച്ചു. എന്താണ് വീണ്ടെടുക്കപ്പെടാത്ത കഴുതക്കടിഞ്ഞൂലിനോട് ചെയ്യേണ്ടത്? അതിൻ്റെ കഴുത്തൊടിച്ചു കളയണം. വീണ്ടെടുക്കപ്പെടാത്ത കർത്താവ് പറയുന്നു, നിങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ കെട്ടപ്പെട്ടിരിക്കുന്നതായ ഒരു കഴുതയെ കാണും, അതിന്മേലാരും കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനുള്ളിലുള്ള മർമ്മം, ഇത് വീണ്ടെടുക്കപ്പെടാത്ത കഴുതയും ഇത് കൊന്നുകളയാൻ തക്കവണ്ണം ദൈവിക നിയോഗവും കൽപ്പനയുമുള്ള കഴുതയും മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്. പക്ഷേ മരണത്തിന് വിധിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കഴുതയെയാണ് കർത്താവ് അന്ന് തൻ്റെ വാഹനത്തിനായിട്ട്, തൻ്റെ വാഹന മൃഗമായി താൻ വിളിച്ചു കൊണ്ടുവരാൻ തെരഞ്ഞെടുക്കും. കർത്താവിനെ വീണ്ടെടുക്കണം. ഒരു കഴുതയുടെ അവസ്ഥയിൽ നിന്ന്, കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതയുടെ അവസ്ഥയിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടുവന്ന അവസ്ഥ, അവൻ ആ കഴുതയെ വീണ്ടെടുത്തിയ അവസ്ഥ, കൊല്ലപ്പെടലിന്റെ അവസ്ഥയിൽ നിന്ന് ആ കഴുതയെ വീണ്ടും രക്ഷിച്ച അവസ്ഥ. എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കർത്താവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചു? അവൻ എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അവൻ നമുക്ക് വാഗ്ദാനം നൽകി, അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി, അവന്റെ മരണം കൊണ്ട് എന്നെ വീണ്ടെടുത്തു, അവന്റെ തിരിച്ചിന്റെ രക്തം കൊണ്ട് എനിക്ക് അച്ചാരമായി നൽകി എന്ന ഉറപ്പിനെ കർത്തൃസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വണങ്ങി കൊടുക്കുവാൻ, കീഴ്വഴങ്ങി കൊടുക്കുവാൻ, അനുസരിക്കുവാൻ നമുക്ക് പറയാം. ഒരു വീണ്ടെടുപ്പിന്റെ സന്ദേശം അറിയണം ഈ ദിവസം. നിങ്ങൾ ഭവനങ്ങളിൽ കടന്നു ചെല്ലും കർത്താവിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തെ കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ വായിക്കണം. ലോകത്തിലെ ഏറ്റവും ശക്തമായ സുവിശേഷം കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നതാണ്. അവൻ എന്നെ വീണ്ടെടുത്തു എന്നതാണ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു എന്നതാണ് ഏറ്റവും ശക്തമായ സുവിശേഷം. പത്രോസിന്റെ ഭാഗ്യം അതാണ്. അവൻ പറഞ്ഞു, എന്റെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ സാക്ഷിയായ ഞാൻ. പലപ്പോഴും പത്രോസ് വിമർശിക്കപ്പെടുന്നുണ്ട്, കർത്താവിനെ തള്ളി പറഞ്ഞു. പക്ഷെ അവരാരും അറിയുന്നില്ല, കർത്താവിന്റെ ക്രൂശുമരണത്തിന്റെ സാക്ഷിയായിരുന്നു പത്രോസ്. അവന്റെ അഭിമാനം അതായിരുന്നു. തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം 50 ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസിനെ പറഞ്ഞത്, എന്റെ കർത്താവിന്റെ ക്രൂശിലെ മരണം, എന്റെ കർത്താവിന്റെ പീഡാനുഭവം, എന്റെ പാപത്തിന് വേണ്ടി അവൻ സഹിച്ച പീഡകൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അവന്റെ രക്ഷയുടെ അനുഭവത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. 3000 പേര് കർത്തൃസന്നിധിയിൽ മാമോദീസായിട്ടു. ഇന്നെന്തുകൊണ്ട് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിന് വേണ്ടി ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം, ആദ്യ നൂറ്റാണ്ടിലെ സുക്രിസ്തീയ സാക്ഷ്യം എത്ര പേരുണ്ട്? ക്രിസ്തീയ സാക്ഷ്യം, ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയിട്ട് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിന് വേണ്ടി വാഞ്ചിക്കുന്നത് വ്യക്തമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. ആർക്കും കൊന്നുകളയാവുന്ന, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കഴുതയുടെ അവസ്ഥയാണ് എൻ്റെയും നിന്റെയും പാപം മോചിക്കപ്പെടുന്നില്ലെങ്കിൽ, കർത്താവിനെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ പാപത്തിന് അധീനനായി മരിച്ചു പോകുന്ന അവസ്ഥയാണ്, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മനഷ്ടം സംഭവിക്കുന്ന ക്രിസ്ത്യാനിയുടെ അവസ്ഥ. പക്ഷേ കർത്താവിൻ്റെ വലിയ വാഗ്ദാനത്തിൽ ഞാൻ നിങ്ങളെ ശ്രമിക്കുന്നു. ദൈവം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ കാത്തിരിക്കും. അവൻ്റെ മുമ്പിൽ തലകൾ ഉണക്കണമെന്ന് അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ.